നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം ചിറയൻകീഴ് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചു. യാത്രക്കാർ സുരക്ഷിതർ. കോഴിക്കോട് പാലോറ് മലയിൽ താമരശ്ശേരി ചുരത്തിലും തീപിടുത്തം. കൊച്ചി കുണ്ടന്നൂരിലും തീപിടുത്തം. തിരുവനന്തപുരത്തെ മലയോര മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. ഒരിറ്റു വെള്ളം കാത്ത അമ്പൂരി നെല്ലിക്കാമല മേഖല. നാട് വിട്ടുപോകേണ്ട ഗതികേടിൽ കുടുംബങ്ങൾ. കൊല്ലം കടക്കലിൽ കാട്ടുപന്നിയുടെ ആക്രമണം. 2 പേർക്ക് ഗുരുതര പരിക്ക്. മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ. വേനലിലും ജലസമൃദ്ധിയിൽ ആനയിറങ്കൽ. സഞ്ചാരികളുടെ മനം നിറച്ച് ജലാശയം. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ പൈങ്ങോട്ടുകുന്ന് പാലോറ മലയിൽ തീ പടർന്നു. ഉച്ചയോടെയായിരുന്നു തീപിടുത്തം. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി. താമരശ്ശേരി ചുരത്തിൽ അടിക്കാടിന് തീപിടിച്ചു. ചുരം 1-ാം വളവിന് താഴെയാണ് അടിക്കാടിൽ തീ പടർന്നത്. ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി. കൊച്ചി കുണ്ടന്നൂരിൽ തുറസായ പറമ്പിൽ തീപിടുത്തം. കുണ്ടന്നൂർ പെട്രോൾ പമ്പിന് അടുത്താണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. തിരുവനന്തപുരം ചിറയൻകീഴിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചു. ചിറയൻകീഴിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ ബസ്സിൽ അഴൂർ കാറ്റാടിമുക്കിൽ വെച്ചാണ് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ബസ് പകുതിയിലേറെ കത്തിനശിച്ചു. ആറ്റിങ്ങൽ ഡിപ്പോയിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. KSRTC ജീവനക്കാർ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിച്ചതിനെ തുടർന്ന് ആറ്റിങ്ങൽ വർക്കല യൂണിറ്റുകളിൽ നിന്നുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി ബസ്സിലെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. കണ്ണൂർ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ നിർത്തിയിട്ട വാഹനങ്ങൾ കത്തിച്ച കേസിൽ പ്രതി പിടിയിൽ. വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന 5 വാഹനങ്ങളാണ് കത്തിച്ചത്. പുലർച്ചെ 3 മണിക്കായിരുന്നു വാഹനങ്ങൾക്ക് തീയിട്ടത്. പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങളാണ് കത്തിനശിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് പുതിയതെരു സ്വദേശി ഷമീമിനെ പോലീസ് പിടികൂടി. ഇയാൾ കാപ്പ കേസ് പ്രതിയാണ്. കസ്റ്റഡിയിലെടുക്കുമ്പോൾ പ്രതി പോലീസിനെ ആക്രമിച്ചു. 2 സിവിൽ പോലീസ് ഓഫീസർമാർക്ക് പരിക്കേറ്റു. കൊല്ലത്ത് പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിൽ കയറി സ്ത്രീകളോടടക്കം മോശമായി പെരുമാറിയെന്ന് പരാതി. കുണ്ടറ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് രാത്രി സമയത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറിയത്. ബഹളം കേട്ടെത്തിയ സമീപവാസിയെ പോലീസ് മർദ്ദിക്കുകയും ചെയ്തു. കൊല്ലം കരിക്കോട് TKM കോളേജിന് എതിർവശത്തെ അലി മനസ്സിലാണ് ഇന്നലെ രാത്രി പോലീസ് ഉദ്യോഗസ്ഥർ അതിക്രമിച്ചു കടന്നത്. 3 പോലീസ് ഉദ്യോഗസ്ഥരും മഫ്തിയിലായിരുന്നു. പ്രതിയെ പിടികൂടാനെത്തിയതെന്നായിരുന്നു പോലീസുകാരുടെ വിശദീകരണം. ഈ സമയം സ്ത്രീകളും കുട്ടികളും മാത്രമേ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം തിരക്കിയപ്പോൾ ഉദ്യോഗസ്ഥർ തട്ടിക്കയറി. ബഹളം കേട്ട് സമീപവാസിയായ സിനിലാൽ സ്ഥലത്തെത്തി. പോലീസാണെങ്കിൽ ID കാർഡ് കാണിക്കാൻ ആവശ്യപ്പെട്ടു. ഇതോടെ പോലീസുകാർ സിനിലാലിനെതിരെ തിരിഞ്ഞു. തുടർന്ന് സിനിലാലിനെ ക്രൂരമായി മർദ്ദിച്ചു. പോലീസുകാരെ മർദ്ദിച്ചുവെന്നാരോപിച്ച് സിനിലാലിനെതിരെ 7ഓളം വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. പോലീസുകാർക്കെതിരെ സ്ത്രീകൾ പരാതി നൽകിയിട്ടുണ്ട്. വധശ്രമ കേസ് പ്രതി അന്വേഷിച്ചെത്തിയതാണെന്നാണ് പോലീസ് വിശദീകരണമെങ്കിലും
വീട് മാറി കയറിയതാണ് അതിക്രമത്തിൽ കലാശിച്ചത്. ഐഡന്റിറ്റി കാർഡ് ഇല്ല, ചോദിച്ചിട്ട് ഇവർ തരുന്നതേ ഇല്ല. ഇവര് തെളിവൊന്നും തരുന്നില്ല. ഇവര് യൂണിഫോം അല്ല, ഒരു സാധാരണ ഒരു ഞങ്ങൾ കണ്ടപ്പോഴത്തേക്ക് എങ്ങോ അടിപിടി കൂടിയിട്ട് ഓടി വന്ന 2-3 ചെറുപ്പക്കാരെ പോലെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൂ. പോലീസുകാരാണെന്നുള്ള ഒരു ലുക്കും അവർക്കില്ലായിരുന്നു, ഒരു ക്രിമിനൽ ലുക്കായിരുന്നു അവർക്ക്. ന്യൂസ് 18 കൊല്ലം. കോഴിക്കോട് മാവൂർ കൽപ്പള്ളിയിൽ ബസ് സ്കൂട്ടറിൽ ഇടിച്ച ശേഷം പാടത്തേക്ക് മറിഞ്ഞു. അപകടത്തിൽ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. മാവൂർ അടുവാട് സ്വദേശി അർജുൻ സുധീറാണ് മരിച്ചത്. കോഴിക്കോട് അരീക്കോട് റൂട്ടിലോടുന്ന കാശിനാഥ് എന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സ്കൂട്ടർ യാത്രികനെ രക്ഷിക്കാൻ ശ്രമിക്കവെയാണ് ബസ് മറിഞ്ഞതെന്നാണ് സൂചന. പരിക്കേറ്റ യാത്രക്കാരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തിരുവനന്തപുരത്തെ മലയോര മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. വേനൽ കടുക്കുംതോറും ഒരു തുള്ളി വെള്ളത്തിനായി മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട ഗതികേടിലാണ് അമ്പൂരി നെല്ലിക്കാമലയിലുള്ളവർ. കിലോമീറ്ററുകൾ താണ്ടി നെല്ലിക്കാമലയിലെത്തിയാൽ ഇങ്ങനെ ചില കുളങ്ങൾ കാണാം. ഇവിടുത്തുകാർ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത് ഇത്തരം ജലസ്രോതസ്സുകളാണ്. എന്നാൽ അവയുടെ അവസ്ഥയും പരിതാപകരം. ഇവിടെ ഒന്നും കുടിവെള്ളമില്ല. വളരെ കാലം കൊണ്ട് വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് താഴോട്ടൊക്കെ ചെന്ന് തോട്ടിലൊക്കെ ചെന്ന് നനയും കുളിയൊക്കെ നടത്തുന്ന അങ്ങനെയാണ്. ഇപ്പോഴും ആ കാലങ്ങളിൽ ഞാൻ അടുത്ത് വന്ന് കുടിവെള്ളം പോലും കിട്ടാത്ത സ്ഥിതിയായി. പല പ്രാവശ്യവും ഗവൺമെൻറ്റിനൊക്കെ പരാതി കൊടുത്തു. RCSI പള്ളിയുടെ മുകളിൽ വരെ പൈപ്പ് ലൈൻ കൊടുത്തു വിട്ടേക്കുന്നു. അതുവരെ വെള്ളം ഇല്ല. ഭയങ്കര ഉപയോഗിക്കാൻ ഒക്കാത്ത രീതിയിലുള്ള വെള്ളമാണ്. അരിച്ചൊഴിച്ചൊക്കെയാണ് കുടിക്കുന്നത്. ഈ വെള്ളത്തിനെ അരിച്ചൊഴിച്ചാണ് കുടിക്കുന്നത്. തുണി വെച്ച് കെട്ടി പൈപ്പിനകത്ത് വിട്ട് അങ്ങനെയാണ് കുടിവെള്ളം കുടിക്കുന്നത്, കഞ്ഞി കുടിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര ഈ 5 കൊല്ലമായിട്ട് ഈ കുടിവെള്ളം എങ്ങനെയാണ്? കുടിവെള്ളം കിട്ടാൻ ഇവിടെ ഒരു ഓവുണ്ട്. അതിൽ നിന്ന് വന്നാലുണ്ട്, ഇല്ലെങ്കിൽ വേറെ കുടപ്പനോടോ അമ്പൂരിയോ എവിടെയെങ്കിലും സമീപിച്ച് അവിടെ പൈപ്പ് വെള്ളം എടുത്തുകൊണ്ട് വരണം, എന്നാലേ ഉള്ളൂ. ഇത്രയും ദൂരം പോയി എടുത്തുകൊണ്ട് വരണം. അത് വല്ല ബൈക്കിലോ എങ്ങനെയെങ്കിലും എടുത്തുകൊണ്ട് വരണം. വണ്ടിയിലാണ് നേരത്തെ വണ്ടിയിൽ വെള്ളം കൊണ്ടുവന്ന് ടാങ്കിൽ വെള്ളം കൊണ്ട് എത്തിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും കൊണ്ടുവന്ന് വരുന്നില്ല. അപ്പം ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. കിണറൊന്നും ഇവിടെ കുഴിക്കാൻ പറ്റില്ല, പാറയൊക്കെ ആകുന്നു. അതുകൊണ്ട് വെള്ളം കിട്ടത്തില്ല. നെല്ലിക്കാമലയിൽ പലയിടങ്ങളിലും സർക്കാർ സ്ഥാപിച്ച കുടിവെള്ള പൈപ്പ് ലൈനുകളുണ്ട്. അതിന്റെ അവസ്ഥ സമാനമാണ്. അപ്പോൾ ഇതിന് കുറച്ച് മുകളിലൊരു 300 മീറ്റർ മുകളിലൊരു ചെറിയ ഉറവയുണ്ട്. അതിങ്ങനെ എല്ലാവരും ഓസിട്ട് വെള്ളം താഴോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ശകലച്ച വെള്ളം വരുന്നതേ ഉള്ളൂ, അത്യാവശ്യത്തിന് കിട്ടുന്നതേ ഉള്ളൂ. ഇപ്പോൾ വെള്ളത്തിൻ്റെ വലിയ ക്ഷാമമുണ്ട് ഏത് സമയത്തായാലും. കിണർ കുഴിച്ചാൽ കിണറിനകത്ത് അധികം വെള്ളം കിട്ടുന്നില്ല. പിന്നെ മഴക്കാലങ്ങളിലെ വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ എന്തെങ്കിലും ക്രമീകരണം ഞങ്ങൾക്ക് ഉണ്ടായാലേ ഇവിടെ ജീവിക്കാനും പറ്റുന്നുള്ളൂ. വീട് വിറ്റ് പോകുന്നുണ്ട്. വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ റോഡാണ് ഇങ്ങനെ ഇടിഞ്ഞു പൊടിഞ്ഞ് കിടക്കുകയല്ലേ. അപ്പോൾ വണ്ടി കയറാൻ അത്യാവശ്യം ഒരു ആശുപത്രി കേസ് വന്നാലേ ഒന്ന് കൊണ്ടുപോകാനോ വണ്ടി കയറാനോ പറ്റുന്നില്ല. പിന്നെ കട്ടിൽ കൊണ്ട് ചുമന്ന് കൊണ്ടുപോകണം. അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാരൊക്കെ താഴോട്ട് പോകുന്നത്. അപ്പോൾ പഞ്ചായത്തുകാരും സർക്കാരും ഒക്കെ റോഡ് അങ്ങ് വളരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അല്ല, അവർ ചെയ്യാമെന്ന് പറയും, ചെയ്യുന്നില്ലല്ലോ. റോഡാണ് അത്യാവശ്യം. ഒരാൾ മരിച്ചാൽ പോലും കൊണ്ടുവരാനും പറ്റില്ല, ഒരാൾ വീഴുന്ന് കിടന്നാൽ കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ പരാതി പറയാനല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞാലിട്ടോ എത്രയെങ്കിലും വർഷമായതാ ഈ റോഡ്. ഞാൻ ജനിക്കുമ്പോൾ റോഡാണ്, ഇപ്പോഴും ഇങ്ങനെ കിടക്കണം. വഴി തീർത്തുമില്ല. റോഡ് ഒരിക്കലും പഞ്ചായത്തുകാരെ നോക്കുകയില്ല. ഇലക്ഷന് വോട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു ചുമതലയല്ല. അത് അന്നത്തേനും മാത്രം അവർക്ക് ഇവിടെ ഈ റോഡിനും സങ്കടവും പ്രയാസമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അവർ ഒഴിവായി പോകും. ഒന്നും കൊടുത്തിട്ട് കാര്യമല്ലേ കൊടുക്കുന്നത്. ആ കാര്യമുള്ള പഞ്ചായത്തിലല്ലേ കൊടുക്കുക. ഞങ്ങളുടെ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഒരു 10-15 കൊല്ലം കൊണ്ട് ഇപ്പം പ്രസിഡന്റുമാർക്ക് ഒരു ജോലിയില്ല, ചുമ്മാ ഇരുന്നാൽ മതി. ഈ കാണുന്ന നീരുറവയാണ് ഒരു നാടിന്റെ ആകെ ദാഹമകറ്റുന്നത്. ഈ നീരുറവയിൽ നിന്ന് പൈപ്പുകളിലൂടെ കിലോമീറ്ററുകൾ താണ്ടി വീടുകളിലേക്ക് വെള്ളമെത്തുന്നു. പക്ഷേ വേനൽ ഇനിയും കടുത്താൽ ഇതിനി എത്ര നാൾ എന്ന ചോദ്യം ബാക്കിയാണ്.
ഹരികൃഷ്ണനൊപ്പം ഐശ്വര്യാനിൽ, ന്യൂസ് 18 തിരുവനന്തപുരം. കടുത്ത വേനലിൽ കുടിവെള്ളമില്ലാതെ ദുരിതത്തിലായി കാസർഗോഡ് ബളാൽ കല്ലുവീട് പട്ടികവർഗ കോളനി. കിണറ്റിൽ വെള്ളം ഇല്ലാതായതോടെ കുടിവെള്ളത്തിനായി മലകൾ കയറി ഇറങ്ങേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ കുടുംബങ്ങൾ. ഓരോ വേനലിലും കുടിവെള്ള പ്രശ്നം നേരിടുന്ന കല്ലുവീട് പട്ടികവർഗ കോളനിയിൽ ജലലഭ്യത ഉറപ്പാക്കാൻ അധികൃതർ ഇതുവരെ യാതൊരു പദ്ധതിയും നടപ്പാക്കിയിട്ടില്ല. കോളനിയിലെ കിണറിൽ വെള്ളമില്ലാതായിട്ട് 1 മാസത്തിലേറെയായി. വരൾച്ച രൂക്ഷമായതോടെ സ്ഥലത്തെ 10ഓളം കുടുംബങ്ങൾ വെള്ളം ശേഖരിക്കാൻ ചെങ്കുത്തായ പ്രദേശം കയറിയിറങ്ങി അകലെയുള്ള LP സ്കൂൾ കിണറിനെയാണ് ആശ്രയിക്കുന്നത്. മാർച്ച് മാസത്തോടെ സ്കൂൾ കിണറിലെ ജലവും വറ്റുന്ന അവസ്ഥയാണെന്ന് ബളാൽ കല്ലുവീട് കോളനി നിവാസികൾ പറയുന്നു. ഞങ്ങൾക്ക് ഈ കോളനി ആദ്യം തൊട്ട് വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ്. കുറച്ച് 10-200 മീറ്റർ ദൂരം നിന്ന് വെള്ളം കൊണ്ടുവരുന്നത്. ചാരിന്ന് കുളങ്ങൾ മുത്തി അവിടുന്ന് വെള്ളം കൊണ്ടുവരുന്നുണ്ട്. ഭയങ്കര ക്ഷാമമുണ്ട്. 10 കുടുംബക്കാരെ താമസമുണ്ട്. പിന്നെ എല്ലാം കൊണ്ട് വഴിയകല എല്ലാം കൊണ്ടും ഒരു ബുദ്ധിമുട്ടാണ്. വെള്ളം ലഭ്യമാക്കാനായി 10 വർഷം മുൻപ് ബളാൽ കല്ലംചിറ റോഡരികിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാപിച്ച കുഴൽ കിണർ കാലങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുന്നതും കോളനിയിലേക്കുള്ള വഴിയിൽ കാണാം. കുടിവെള്ളമെടുക്കാനായി തുടർച്ചയായുള്ള യാത്ര ശാരീരിക വിഷമതകൾ ഉണ്ടാക്കുന്നതായും കോളനി നിവാസികൾ പറയുന്നു. ന്യൂസ് 18 കാസർഗോഡ്. കൊല്ലം കടയ്ക്കലിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 2 പേർക്ക് ഗുരുതര പരിക്ക്. കടയ്ക്കൽ പുല്ലുമണ സ്വദേശികളായ വിശാഖ്, സാബു എന്നിവർക്കാണ് പരിക്കേറ്റത്. വിശാഖിന്റെ 2 കൈകളിലും സാബുവിന്റെ തുടയിലുമാണ് പരിക്ക് പറ്റിയത്. ഇരുവരെയും കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്രദേശത്ത് കാട്ടുപന്നിയുടെ ആക്രമണം രൂക്ഷമാവുന്നതായി പ്രദേശവാസികൾ അറിയിച്ചു. വാർത്തകളിലേക്ക്. കാസർഗോഡ് 70-കാരനെ കാറിൽ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവത്തിൽ 5 പേരെ അമ്പലത്തറ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരിയ കാട്ടുമാടത്തെ ചന്ദ്രനെയാണ് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത്. തട്ടുമ്മൽ സ്വദേശികളായ മുരളീധരൻ, ഗോപകുമാർ, പവിത്രൻ, സജീഷ്, സുമേഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 23-ന് രാത്രിയിലായിരുന്നു സംഭവം. സാമ്പത്തിക പ്രശ്നത്തെ തുടർന്നാണ് തട്ടിക്കൊണ്ടുപോയത്. കാർ കസ്റ്റഡിയിലെടുത്തു. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. മലപ്പുറം കോട്ടക്കലിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഫ്രൈഡ് ചിക്കനിൽ നിന്ന് പുഴുവിനെ കിട്ടി. കുർബാനിയിൽ പ്രവർത്തിക്കുന്ന സാങ്കോസ് ഗ്രിൽസ് റെസ്റ്റോറന്റിലാണ് സംഭവം. വളാഞ്ചേരി സ്വദേശി ജിഷാദും കുടുംബവും കഴിക്കാൻ വാങ്ങിയ ചിക്കനിലാണ് പുഴുവിനെ കണ്ടത്. തുടർന്ന് കാര്യം ജീവനക്കാരോട് പറഞ്ഞെങ്കിലും നിരുത്തരവാദപരമായ സമീപനമാണ് ഉണ്ടായതെന്ന് കുടുംബം പറയുന്നു. കോട്ടക്കൽ നഗരസഭാ അധികൃതർ എത്തി ഹോട്ടൽ അടച്ചുപൂട്ടി. വകുപ്പ് മന്ത്രിക്കും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് DMO കോട്ടക്കൽ നഗരസഭ എന്നിവർക്കും പരാതി നൽകി. കടയിൽ വിളമ്പിയത് പഴകിയതും ഭക്ഷ്യയോഗ്യമല്ലാത്തതുമായ ചിക്കനാണെന്നും ഉടമയോട് വിശദീകരണം ചോദിച്ചതായും അധികൃതർ അറിയിച്ചു. വേനൽ ചൂടിന്റെ കാഠിന്യത്തിലും ജലസമൃദ്ധമായ ഒരു ജലാശയമുണ്ട് ഇടുക്കിയിൽ. മിക്ക ഡാമുകളും വറ്റി വരളുമ്പോൾ നിറഞ്ഞു തുളുമ്പിക്കിടക്കുകയാണ് ആനയിറങ്കൽ ഡാം. മണ്ണ് കുഴച്ച് അതിൽ കല്ല് നിരത്തി നിർമ്മിച്ചിരിക്കുന്ന ആനയിറങ്കലിന്റെ വിശേഷങ്ങൾ കാണാം. തേയിലച്ചെരുവുകൾ അതിരു പങ്കിടുന്ന ആനയിറങ്കലിന്റെ വശ്യസൗന്ദര്യം ഇടുക്കിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ്. കത്തുന്ന വേനൽ ചൂടിലും നിറഞ്ഞു തുളുമ്പിക്കിടക്കുന്ന ജലസംഭരണി. പന്നിയാർ പുഴയുടെ ഉത്സവ മേഖലയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടിന്റെ ഒരു ഭാഗത്ത് മതികെട്ടാൻ ചോല വനമേഖലയാണ്. കാടും തേയിലച്ചെരുവുകളും ആസ്വദിച്ചുള്ള ആനയിറങ്കൽ കാഴ്ചകൾ വിനോദസഞ്ചാരികൾക്ക് ഏറെ ആസ്വാദികരമാണ്. ഇവിടുത്തെ നമുക്കൊരു സ്പീഡ് ബോട്ടിംഗ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബോട്ടിങ്ങിൽ നമുക്ക് യൂഷ്വലി നമ്മൾ പോകുന്ന ബോട്ടിംഗ് പോലെയല്ല തോന്നിയത്. കാരണം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെങ്ങനെ ഇപ്പോൾ ഒരു കാശ് വാങ്ങിച്ച് വെറുതെ നമുക്കൊരു സൈറ്റ് സീയിങ് പോലെ കൊണ്ട് കാണിക്കുന്ന പോലെയല്ല. നമുക്കത് ശരിക്ക് അവർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ വളരെ സേഫായി എല്ലാ സ്ഥലങ്ങളും കൊണ്ട് കാണിച്ച് അതും ആ ഒരു ബോട്ടിന്റെ ത്രില്ലും അതിന്റെ ഒരു എൻജോയ്മെന്റ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്തു. 1967 റിപ്പബ്ലിക് ദിനത്തിലാണ് ആനയിറങ്കൽ ഡാം കമ്മീഷൻ ചെയ്തത്. സംസ്ഥാനത്തെ മറ്റു ഡാമുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഈ ജലാശയം. പശമണ്ണ് കുഴിച്ച് നിർമ്മിച്ച തടയണയിൽ കരിങ്കൽ പാളികൾ പതിപ്പിച്ചാണ് ഡാം ഒരുക്കിയിരിക്കുന്നത്. മറ്റ് അണക്കെട്ടുകൾ ജലസമൃദ്ധമാകുന്ന കാലവർഷത്തിൽ അധികം വെള്ളം ഇവിടെ ഉണ്ടാകാറില്ല. കാലവർഷ പെരുമഴയിൽ ഇടുക്കിയിൽ 2 അടി വരെ വെള്ളം ഉയരുമ്പോൾ ആനയിറങ്കലിൽ പരമാവധി 20 സെന്റിമീറ്ററാണ് ജലനിരപ്പ് ഉയരുക. തുലാമഴയിലാണ് അണക്കെട്ട് ജലസമൃദ്ധമാകുന്നത്.
തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള മലകളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളമാണ് അണക്കെട്ടിനെ ജലസമൃദ്ധമാക്കുന്നത്. നിലവിൽ നിറഞ്ഞുകിടക്കുന്ന ഡാം തുറന്ന് വെള്ളം പന്നിയാറിലൂടെ പൊന്മുടിയിലേക്ക് ഒഴുകുകയാണ്. നമ്മൾ തുറന്നു വിട്ട് വെള്ളം കംപ്ലീറ്റ് പറ്റുന്നോളം എന്ന് പറഞ്ഞാൽ ജൂൺ മാസം വരെ നമ്മുടെ ഡാമിൽ വെള്ളം തുറന്നു വിടും. പിന്നെ ഡാമിൽ ഒഴുകിപ്പോകാനുള്ള വെള്ളം ഉണ്ടാവുകയില്ല. അതിനുശേഷം നമ്മൾ അടച്ചു കഴിഞ്ഞിട്ട് ജൂണിൽ തൊട്ട് പെയ്യുന്ന മഴവെള്ളം നമ്മൾ സംഭരിച്ച്, എന്നാലും വെള്ളം ആകണമെങ്കിൽ നമ്മൾ തിലാമഴ പെയ്യണം. ഒക്ടോബർ നവംബർ മാസത്തെ മഴയോടുകൂടി വീണ്ടും ആനകൾക്ക് ഡാം നിറഞ്ഞൊഴുകും. അങ്ങനെ ഓവർഫ്ലോ ആയി ഒഴുകുന്ന ജലവും നമുക്കൊരു ആനകളുടെ ഡാമിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും നഷ്ടം വരുന്നില്ല. പൊന്മുടി ജലാശയത്തിന്റെ സഹായ അണക്കെട്ടാണ് ആനയിറങ്കൽ. പൊന്മുടിയിലെ ജലനിരപ്പ് താഴുന്നതോടെ പന്നിയാർ പവർ ഹൌസിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദനം സുഗമമായി തുടരുന്നതിനാണ് വേനൽക്കാലത്ത് ആനയിറങ്കൽ തുറന്നുവിടുന്നത്. ഡാം തുറക്കുന്നതോടെ വേനൽക്കാലത്ത് പന്നിയാർ പുഴയും ജലസമൃദ്ധമാകും. ന്യൂസ് 18 ഇടുക്കി. NDMAയും സംസ്ഥാന സർക്കാരും ജില്ലാതലത്തിൽ നടത്തിയ മോക്ക് ഡ്രില്ലിൽ പങ്കെടുത്ത ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സിനെ ആദരിച്ചു. ജില്ലാ കളക്ടർ ഹരിത വി കുമാർ സർട്ടിഫിക്കറ്റ് കൈമാറി. കോർഡിനേറ്റേഴ്സ് ഷാജഹാൻ, ബിജു, ഗോപകുമാർ, ശരത്, ലിയോ, ഷാജു എന്നിവർ പങ്കെടുത്തു. ഏറ്റവും വലിയ സർവീസുമായിട്ട്, അതായത് ധൈര്യമായിട്ട് നമുക്ക് പല ഗൃഹനാഥന്റെ ജീവൻ നഷ്ടമായത് ഇടുക്കി തൊടുപുഴ ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവും ഡോക്ടറുടെ അവഗണനയും മൂലമെന്നാരോപിച്ച് കുടുംബം രംഗത്ത്. വണ്ണപ്പുറം സ്വദേശി വിനോദ് കെ തങ്കപ്പന്റെ മരണത്തിൽ നീതി തേടി ഭാര്യയും മക്കളും ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. ഡോക്ടർക്ക് കൈക്കൂലി നൽകാത്തതിനാലാണ് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കാത്തത് എന്നും ആരോപണമുണ്ട്. ഇക്കഴിഞ്ഞ ജനുവരി 13-നാണ് ശ്വാസമുട്ടൽ അനുഭവപ്പെട്ട വിനോദ് തൊടുപുഴയിലെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത വിനോദ് ബൈക്ക് ഓടിച്ചാണ് ആശുപത്രിയിലേക്ക് പോയത്. മരുന്ന് വാങ്ങി തിരികെ വരാമെന്ന് കരുതിപ്പോയ വിനോദിനെ നെഞ്ചിൽ അണുബാധയുണ്ടെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു. ആദ്യ ദിനം മുതൽ തന്നെ ഒരു നേരം 4 ഇഞ്ചക്ഷൻ എടുത്തിരുന്നതായും ഇതിനുശേഷം വിനോദ് ശാരീരികമായി അവശനായിരുന്നതായും കുടുംബം പറയുന്നു. 5 ദിവസമായപ്പോൾ ഒരു കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പൊക്കോട്ടേന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇനി ഈ രോഗിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സമാധാനം പറയേണ്ടത് ഞങ്ങളാണ്, അതുകൊണ്ട് അങ്ങനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് ഞങ്ങളെ വീണ്ടും 2 ദിവസം കിടക്കാൻ അവിടെ പറഞ്ഞത്. പക്ഷേ ലാസ്റ്റ് ദിവസം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടയ്ക്ക് എഴുന്നേറ്റ് പോലും നിൽക്കാൻ പറ്റില്ലാത്ത പോലെ വയറിനെല്ലാം പഴുപ്പ് കയറിയായിരുന്നു. സെൻറ്റ് മേരീസിൽ കോട്ടയത്തിന് കൊണ്ടുപോകാൻ അവർ പറഞ്ഞു. പക്ഷേ കോട്ടയത്തിന് കൊണ്ടുപോകാനുള്ള സ്റ്റേജ് വളരെ മോശമായതുകൊണ്ട് ഞങ്ങൾ സെൻറ്റ് മേരീസിൽ കാണിച്ചു. സെൻറ്റ് മേരീസിൽ കാണിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് ഇത് ഇഞ്ചക്ഷൻ കൂടിപ്പോയതുകൊണ്ടുള്ള പ്രശ്നമാണ്, ആൻറ്റിബയോട്ടിക് ഒത്തിരി എടുത്തു, അതുകൊണ്ട് കിഡ്നി ഫെയിലറായി എന്നാണ് പറഞ്ഞത്. 5 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ വിനോദ് രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി. ഇക്കാര്യം നഴ്സുമാരെ ഉൾപ്പെടെ നേരിട്ട് ധരിപ്പിച്ചെങ്കിലും അവഗണിക്കുകയാണ് ചെയ്തത്. ഡോക്ടറെ ബന്ധപ്പെട്ടെങ്കിലും തിരിഞ്ഞു നോക്കിയില്ലെന്നും ആരോപണമുണ്ട്. പനി കൂടുതലാന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോൾ നഴ്സുമാർ ഒരു പാരസെറ്റാമോൾ തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അച്ഛന് ചുമ തുടങ്ങിയ രക്തം തുപ്പാൻ തുടങ്ങിയപ്പോൾ നഴ്സുമാരുടെ എതിർപ്പ് അത് ഇൻഫെക്ഷൻ കൂടിയത് കൊണ്ടാണെന്നാണ് പറഞ്ഞത്. ഡോക്ടറോട് ചോദിച്ചിട്ട് എന്തെങ്കിലും മരുന്ന് ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ പോലും അവർ ഡോക്ടറിനെ വിളിക്കുകയോ ഒന്നും ചെയ്തില്ല. വിനോദിന്റെ നില കൂടുതൽ ഗുരുതരമായതോടെ കൂടെയുണ്ടായിരുന്ന മകൾ ഡോക്ടറെ ഫോണിൽ വിളിച്ചപ്പോൾ അടുത്ത ദിവസം ഉച്ചയ്ക്ക് വീട്ടിൽ ചെന്ന് കാണണമെന്ന മറുപടിയാണ് ലഭിച്ചത്. അച്ഛനെ രാത്രിയിൽ ഇങ്ങനെ കൂടുതലായി കഴിഞ്ഞപ്പം ഡോക്ടർമാരൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടപ്പം അപ്പുറത്തെ ബെഡിൽ കിടന്ന ഒരു അപ്പച്ചനും അമ്മച്ചിങ്ങനെ പറഞ്ഞിങ്ങനെ അവരിങ്ങനെ ഡോക്ടറിൻ്റെ വീട്ടിൽ കൊണ്ട് പൈസ കൊടുത്തിട്ടാണ് അവർക്ക് വേണ്ട ചികിത്സ കിട്ടിയത്, നിങ്ങളും ഒന്ന് ഡോക്ടറിനെ ഒന്ന് വീട്ടിൽ പോയി കണ്ടു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ചേച്ചിനെ വിളിച്ച് ഡോക്ടറിനെ വിളിച്ച് ചോദിച്ചു. 10:30 ആയപ്പോൾ രാത്രി 10:30 ആയപ്പോഴാണ് ഡോക്ടറിനെ വിളിച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു തിങ്കളാഴ്ച ഒരു 3:30 ആകുമ്പോഴത്തേന് വീട്ടിലേക്ക് വന്നാൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. 10ാം ദിവസമായപ്പോഴേക്കും വിനോദ് അത്യാസന്ന നിലയിലായി. ഇതോടെ മറ്റെവിടേക്കെങ്കിലും മാറ്റിക്കൊള്ളാൻ ഡോക്ടർ പറഞ്ഞു. തുടർന്ന് വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി. ഇവിടെ നടത്തിയ പരിശോധനയിൽ വിനോദിന് കോവിഡ് ബാധിച്ചതായി കണ്ടെത്തി. കോവിഡ് ബാധിച്ചത് ജില്ലാ ആശുപത്രിയിലെ ചികിത്സയ്ക്കിടെയാണെന്നും കുടുംബം ആരോപിക്കുന്നു. വിനോദിന്റെ മരണത്തോടെ അമ്മയും 2 പെൺമക്കളും അടങ്ങുന്ന കുടുംബം ദുരിതത്തിലായിരിക്കുകയാണ്. വാടക വീട്ടിലാണ് ഇവരുടെ താമസം. കുട്ടികൾ പത്രമിട്ടാണ് കുടുംബം പുലരുന്നത്. നീതിക്കായി ആരോഗ്യവകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തൊടുപുഴ. പത്തനംതിട്ട ഓമല്ലൂർ വയൽ വാണിഭത്തിന് നാളെ തുടക്കമാകും. ഓമല്ലൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് കാർഷിക വിപണന മേള സംഘടിപ്പിക്കുന്നത്. വയൽ വാണിഭത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ബീന ജോർജ് നിർവഹിക്കും.
6 നൂറ്റാണ്ടിനപ്പുറമുള്ള ചരിത്രവും പാരമ്പര്യമുള്ള കാർഷിക വിപണന മേളയാണ് ഓമല്ലൂർ വയൽ വാണിഭം. പൊതുവിപണിയിൽ ലഭ്യമല്ലാത്ത പരമ്പരാഗത പണിയായുധങ്ങളും ആധുനിക കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനവും കന്നുകാലികളുടെ വിൽപ്പനയുമാണ് ഓമല്ലൂർ വയൽ വാണിഭത്തിന്റെ പ്രത്യേകത. ഓമല്ലൂർ പഞ്ചായത്ത് നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വയൽ വാണിഭത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. വയൽ വാണിഭത്തിന്റെ ഭാഗമായി നടക്കുന്ന കാർഷിക വിപണന മേളയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമല്ലൂർ ശങ്കരനും സാംസ്കാരിക സമ്മേളനം മന്ത്രി വീണ ജോർജും നിർവഹിക്കും. 5 ദിവസം നടത്തുന്ന സാംസ്കാരിക പരിപാടിക്ക് പുറമെ നമ്മൾ പരമപ്രധാനമായി പഞ്ചായത്ത് സംഘാടക സമിതി തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ സഹായങ്ങൾ എത്തിക്കുക. ക്യാൻസർ രോഗികളെക്ക് സഹായം. മാർച്ച് 19 നമ്മൾ ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ക്യാൻസർ ബാധിതരായ ആളുകളെ തിരഞ്ഞെടുത്ത് അവർക്ക് ചെറിയ രീതിയിലുള്ള സഹായം നൽകാനുള്ള തീരുമാനം കൂടി ഈ തവണ എടുത്തിട്ടുണ്ട്. വയൽ വാണിഭത്തിന് മുന്നോടിയായി വെളിനെല്ലൂർ പഞ്ചായത്തിൽ നിന്നും ആരംഭിക്കുന്ന ദീപശിഖ പ്രയാണം ഓമല്ലൂർ വയലിലെ പാലമര ചുവട്ടിൽ സമാപിക്കും. 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന വയൽ വാണിഭത്തിൽ കാർഷിക വിളകളുടെ വൻശേഖരവും വിവിധ ഇനം പച്ചക്കറി, ഫലവൃക്ഷ തൈകൾ, കാർഷികോപകരണങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും നടക്കും. 5 ദിവസം നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക പരിപാടികളും കാളവണ്ടികൾ, ഉഴവുകാളകൾ എന്നിവയുടെ പ്രദർശനവും വയൽ വാണിഭത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. ന്യൂസ് 18 പത്തനംതിട്ട. നാട്ടുവർത്തമാനം പൂർണ്ണമാവുന്നു. നമസ്കാരം.